അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠം ബച്ചേക്ക് ദുആ. അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കവിതയാണ് ഇത്. ഈ ബച്ചേക്ക് ദുആ എന്ന ഈ പ്രാർത്ഥനാ ഗീതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ ഒരുപോലെ പാടി കേൾക്കാറുണ്ട്. അതായത് അവരുടെ പ്രധാനപ്പെട്ട സദസ്സുകളിൽ, സമ്മേളനങ്ങളിൽ, അസംബ്ലികളിലൊക്കെ ഈ പാട്ട് പ്രാർത്ഥനാ ഗീതമായി തുടങ്ങാറുണ്ടെന്നാണ് നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഈ പ്രശസ്തമായ ഈ കവിതയിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഈ നമ്മൾ പിന്നെ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളൊരു ചെറിയൊരു നിർദ്ദേശമാണ്. നമ്മൾ കവിത പഠിക്കുമ്പോൾ, അർത്ഥം വെക്കുമ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പം ലബ്ബെ ആ തീഹദു ആ ബൻക തമന്ന മേരി, ഇതൊരൊറ്റൊരു നോട്ടത്തിൽ മനസ്സിലായിക്കൊണ്ടെന്നില്ല. അപ്പോൾ അത് ഒരു എളുപ്പ രൂപേണ, അതായത് എളുപ്പത്തിൽ മനസ്സിലാകണം എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടി നമ്മൾ എന്താക്കും, അതിനെ ഓരോ നെസർ രൂപത്തിലേക്കാക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ വരികൾക്കിടയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കടക്കാൻ പോവാണ്. ഇതിന് ഒരുപാട് രീതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വേറെ നല്ല നല്ല പാട്ടുകളുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങളത് കേട്ട് അത് അതേപോലെ നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ലബ്ബെ ആത്തി ഹേ ദുആ അങ്ങനെ തുടങ്ങിയിട്ട് നല്ല രസത്തിലുള്ള ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പാഠത്തിലേക്ക് കടക്കാനും. ലബ്ബെ ആത്തി ഹേ ദുആ ബൻക തമന്ന മേരി, ലബ്ബെ ആതി ഹെ ദുആ ബൻക തമന്ന മേരി, മേരി തമന്ന, എൻ്റെ ആഗ്രഹങ്ങൾ. അതിന് ഓർഡർ മനസ്സിലാക്കണം. നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അതിൻ്റെ ഓർഡർ രൂപേണ നിങ്ങൾ എഴുതി വെച്ചാൽ ഒന്നുകൂടെ എളുപ്പമാവും നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ. മേരി തമന്ന, എൻ്റെ ആഗ്രഹങ്ങൾ, ദുആ ബൻകെ, ദുആ ആയിട്ട്, ലബ്ബെ ആതി ഹെ, ചുണ്ടുകളിൽ വരുന്നു. അതായത് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ എന്താണ്, എൻ്റെ ചുണ്ടുകളിൽ പ്രാർത്ഥനകളായിട്ട് എൻ്റെ ചുണ്ടുകളിൽ വരുന്നു. അതായത് എനിക്ക് പ്രാർത്ഥനകളായിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്നുകൂടി ശരിക്കും, മേരി തമന്ന ദുആ ബൻകെ ലബ്ബെ ആതി ഹെ, എൻ്റെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായിട്ട് ലബ്ബെ ആതി ഹെ, ചുണ്ടുകളിൽ വരുന്നു. ഇനി അടുത്തത്, സിന്ദഗി ശംഇകി സൂറത്തു ഹോ ഖുദാ യാ മേരി, യാ ഖുദാ അല്ലാഹുവേ മേരി ജിന്ദഗി, യാ ഖുദാ അല്ലാഹുവേ മേരി ജിന്ദഗി, എൻ്റെ ജീവിതം, ശംഇകി സൂറത്ത്, മെഴുകുതിരിയുടെ രൂപത്തിൽ ഹോ ആക്കണമേ. മെഴുകുതിരി, അതായത് മെഴുകുതിരിയുടെ രൂപത്തിൽ എൻ്റെ ജീവിതമാക്കണമെന്ന് പറഞ്ഞത്. മെഴുകുതിരി നമ്മൾ പലപ്പോഴും വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറ്. അപ്പം മെഴുകുതിരി കത്തിച്ചാൽ അതിങ്ങനെ അലിഞ്ഞു പോകും. ആ കത്തുന്ന വെളിച്ചമാണ് ഞാൻ. എന്തായാലും എൻ്റെ ജീവിതം അവസാനിക്കുന്നത്, അത് അലിഞ്ഞു തീരുന്നതോടുകൂടി അതിൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കാം അല്ലേ. അപ്പം അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഉള്ള കാലം എന്താണ്, പ്രകാശപൂരിതമായി ജീവിക്കണമെന്നാണ് അവൻ പറയുന്നത്. ഒക്കെ കണ്ടോ, നല്ലൊരു അടിപൊളി ഉപമയാണത്. എൻ്റെ ജീവിതം, യാ ഖുദാ അല്ലാഹുവേ മേരി ജിന്ദഗി, എൻ്റെ ജീവിതം, ശംഇകി സൂറത്തുഹോ, ശംഇകി മെഴുകുതിരിയുടെ സൂറത്തുഹോ, രൂപത്തിലാക്കണമേ. അടുത്ത വരി, ദൂർ ദുനിയാക്ക മേരേ ദംസെ അന്ധേര ഹോ ജായേ. ഇതിൻ്റെ ഓർഡർ നോക്കാം. മേരേ ദംസെ, എൻ്റെ കാരണം കൊണ്ട്, മേരേ ദംസെ എൻ്റെ കാരണം കൊണ്ട്, ദുനിയാക്ക ദുനിയാവിലെ, അന്ധേര ഇരുട്ട്, ഇരുട്ട് നിറഞ്ഞ അതായത് ഇരുട്ടുകളെല്ലാം, ദൂർ ഹോ ജായേ അകറ്റണമേ. ഓക്കെ, അതിൻ്റെ ഓർഡർ നോക്കണം. മേരെ ദംസെ എൻ്റെ കാരണം കൊണ്ട്, ദുനിയാക്ക ദുനിയാവിലെ, ഈ ലോകത്തിലെ, അന്ധേര ഇരുട്ടുകളെല്ലാം, ദൂർ ഹോ ജായേ അകറ്റണമേ. മാത്രമല്ല ഹർ ജഗ മേരെ ചമക്നെ സെ ഉജാല ഹോ ജായേ, മേരെ ചമക്നെ സെ, ഞാൻ മെഴുകുതിരിയായിട്ടാണല്ലോ എന്നെ ഉപമിക്കുന്നത്. അപ്പം മേരേ ചമക്കിനേസ്, എൻ്റെ പ്രകാശം കാരണത്താൽ, എൻ്റെ പ്രകാശം കൊണ്ട്, ഹർ ജഗ എല്ലാ സ്ഥലവും, ഉജാല ഹോ ജായേ പ്രകാശപൂരിതമാക്കണമേ. എടാ നല്ലൊരു ഉപമയാണ്. എന്ത് നല്ല മനോഹരമായ വരികളല്ലേ. ജിന്ദഗി ഹോ മേരി പർവാനെ കി സൂറത്തു യാ റബ്ബ്, യാ റബ്ബ് അല്ലാഹുവേ, യാ റബ്ബ് അല്ലാഹുവേ മേരി ജിന്ദഗി, എൻ്റെ ജീവിതം, മേരി ജിന്ദഗി എൻ്റെ ജീവിതം, പർവാനെ കി സൂറത്ത് ഹോ, പർവാന എന്ന് പറഞ്ഞാൽ ഇയ്യാൻ പാറ്റ, അതായത് ഈ പർവാനെ കി സൂറത്ത് ഹോ, ഇയ്യാൻ പാറ്റകളുടെ രൂപത്തിലാക്കണമേ. മേരി ജിന്ദഗി എൻ്റെ ജീവിതം, യാ റബ്ബ് അല്ലാഹുവേ മേരി ജിന്ദഗി എൻ്റെ ജീവിതം, പർവാനെ കി സൂറത്ത് ഹോ,
ഈയാമ്പാറ്റകളുടെ രൂപത്തിലാക്കണമേ. ഇതെന്താ ഈയാമ്പാറ്റയുടെ രൂപം എന്ന് പറഞ്ഞാൽ? ഈയാമ്പാറ്റ എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചം കണ്ടാൽ നമ്മൾ വിളക്ക് കത്തിച്ചാൽ അതിന് ചുറ്റും പാറി നടക്കുന്ന പക്ഷി, എന്താ പറയുക, പ്രാണികളാണ് ഈയാമ്പാറ്റ. അതിൻ്റെ കാലാവധി പറഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളൂ. പക്ഷേ ആ 5ഉം 10 മിനിറ്റും എന്താണ് അഭിമാനത്തോടെ അന്തസ്സോടെ നല്ല പ്രകാശത്തിന് ചുറ്റുമാണ് അതെന്തായി പാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയെങ്കിൽ എൻ്റെ ജീവിതമാക്കണം, എന്നും പ്രകാശപൂരിതമാക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇൽമി കി ശംഅ സേ ഹോ മുജ്കോ മുഹബ്ബത്ത് യാ റബ്ബ്. അല്ലാഹുവേ ഇൽമി കി ശംഅ സേ, ഇൽമിൻ്റെ അതായത് വിജ്ഞാനത്തിൻ്റെ ശംഅ സേ, മെഴുകുതിരി കൊണ്ട് മുജ്കോ എനിക്ക് മുഹബ്ബത്ത് ഹോ, എന്താണ്, സ്നേഹം വേണം. അതായത് എൻ്റെ സ്നേഹം എന്തിനോടാവണം? ഇൽമിൻ്റെ മെഴുകുതിരിയോടാകണം എന്നർത്ഥം. അതായത് എനിക്ക് ഞാൻ മെഴുകുതിരിയാണെന്ന് ഓക്കെ, പക്ഷെ ആ മെഴുകുതിരി വിജ്ഞാനമാക്കിയാൽ ഒന്നുകൂടെ ബെറ്ററായിന്. അതാണ് പറയുന്നത്. യാ റബ്ബ് അല്ലാഹുവേ ഇൽമിക്ക് ശംഅസെ, വിജ്ഞാനത്തിൻ്റെ ശംഅസെ, വിജ്ഞാനത്തിൻ്റെ മെഴുകുതിരിയോട് മുജ്കോ എനിക്ക് മുഹബ്ബത്ത് ഹോ, സ്നേഹം വേണം. അപ്പോൾ എൻ്റെ സ്നേഹം മുഴുവൻ എന്തിനോടാവണം? ഇൽമിൻ്റെ മെഴുകുതിരിയോടാകണമെന്നാണ് പറയുന്നത്. ഓക്കെ. हो मेरा काम गरीबों की हिमायत करना, मेरा काम हो, എൻ്റെ പ്രവർത്തനമാകണം, എൻ്റെ ജോലിയാകണം, എൻ്റെ എല്ലാ കാര്യങ്ങളുമാകണം. ഗരീബോ കി ഹിമായത്ത് കർണ, പാവങ്ങളെ സംരക്ഷിക്കലാകണം. ഓക്കെ, ഹിമായത്ത് കർണ, സംരക്ഷിക്കുക. മാത്രമല്ല എൻ്റെ ജോലി എന്തു ആകണം? ദർദുമന്ദൂസെ, വേദന അനുഭവിക്കുന്നവരോടും സഈഫോൻസ്, അതായത് ബലഹീനരോടും മുഹബ്ബത്ത് കർണ, സ്നേഹിക്കലാകണം എൻ്റെ ജോലി. കേട്ടോ, എന്ത് രസം. അതായത് ഉള്ള കാലം മൊത്തം എല്ലാവർക്കും ഉപകാരമാകണം എന്നാണ് ഇതിലൂടെ ആ കുട്ടിയുടെ ഉപമ, അല്ലേ? മേരെ അല്ലാഹ് ബുറായി സെ ബച്ചാന മുജ്കോ, മേരെ അല്ലാഹ്, എൻ്റെ അല്ലാഹ്, മുജ്കോ എന്നെ ബുറായി സെ, തിന്മകളിൽ നിന്നും ബച്ചാന, രക്ഷിക്കണമല്ല. നേക് ജോ രാഹ് ഹോ ഉസ് രാഹ് പേ ചലാന മുജ്കോ, ജോ രാഹ്, ഏതു വഴിയാണോ, നേക് ഹോ, നന്മയായിട്ടുള്ള, അതായത് നല്ലതായ ഏതു വഴിയാണോ, ഉസ് രാഹ് പേ, ആ വഴിയിൽ, മുജ്കോ എന്നെ ചലാന, ചലിപ്പിക്കണം. അപ്പോൾ ഏത് സിറാത്തൽ നമ്മൾ എന്താ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന പോലത്തെ ഒരു ഇതാണ്. നേക്ക് ജോരാഹ് നേക്ക് ഹോ, അതിൻ്റെ ഓർഡർ മനസ്സിലാവും. ജോരാഹ് നേക്ക് ഹോ, ഏത് വഴിയാണോ നേക്ക് ഹോ, നന്മയായിട്ടുള്ളത്, ഉസ് രാഹ് പേ, ആ വഴിയിൽ, മുജ്കോ എന്നെ ചലാന, ചലിപ്പിക്കണം. കണ്ടോ, വളരെ മനോഹരമായൊരു വഴി. ആകെ ഒരു 5-6 വഴിയുള്ളൂ. ഇത് മനോഹരമായി കാണാതെ പഠിക്കും വേണം. അതോടനുസരിച്ച് നല്ല രീതിയിൽ അർത്ഥം വെക്കാനും നിങ്ങൾക്ക് പറയണം. ഇത് അർത്ഥം വെച്ച് ഇങ്ങനെ പഠിച്ചാൽ നമുക്കത് പാടുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ അർത്ഥങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. എന്ത് മനോഹരമായി, എവിടെയും പാടാൻ പറ്റുന്ന ഒരു നല്ലൊരു മനോഹരമായ ഗാനമാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ രചിച്ചിട്ടുള്ള ഈ ഗാനം. അപ്പോൾ എല്ലാവരും കൂടെ അർത്ഥം വെച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.